ഹായ് കൂട്ടുകാരെ, ടേസ്റ്റ് വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിക്കൻ ഫ്രൈ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈ കഴിക്കാൻ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഒരല്പം കൂടെ രുചിയും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയ രീതിയിൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ട് തീ ഓഫ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരുംജീരകം, 2 നുള്ള് നല്ല ജീരകം, അധികമായി പോകരുത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഈ ചട്ടിയൊന്ന് ചൂടായി കിടക്കുന്ന ചട്ടിയാണ് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ ഈ ചൂടാക്കുന്ന ഈ മസാലയുടെ കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അത് ആ ചട്ടിയിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി കല്ലിൽ വെച്ചിട്ട് വേണം, മിക്സിയുടെ ജാറിലല്ല, കല്ലിൽ വെച്ച് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി കല്ലില്ലാത്തവർക്ക് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്തെടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയും 1 തുടം വെളുത്തുള്ളി കൂടുതലും, ഇഞ്ചി കുറച്ച് വെയിറ്റ് എടുത്തിട്ട് അത് നന്നായി പേസ്റ്റായിട്ട് കല്ലിൽ അരച്ചെടുക്കാം. ഈ അരഞ്ഞു വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം നമ്മുടെ കയ്യിൽ വേപ്പല ഉണ്ടെങ്കിൽ 4 ഇല വേപ്പലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അമ്മിക്കല്ലിൽ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. കൂടെ ഈ ഒരു വറുത്ത മസാലയും കൂടി ആകുമ്പോൾ പറയുകയും വേണ്ട. കല്ലില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ പൊടികളെല്ലാം നല്ല മൊരിഞ്ഞ് തരിതരിപ്പായിട്ടിരിക്കുന്നുണ്ട്. ഈ ചൂടാക്കിയ മസാല ഉള്ളിയുടെ കൂടെ ഇഞ്ചിയുടെ കൂടെ അരഞ്ഞ് കിട്ടുമ്പോൾ ഒരു നല്ല മണം തന്നെയാണ് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുനാരങ്ങയുടെ നീരാണെങ്കിൽ ചെറിയൊരു ചെറുനാരങ്ങയുടെ നീര് കുരില്ലാതെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഒരു മസാല നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഈ ഒരു മസാലയിൽ നന്നായി മസാല പുരട്ടി മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ്റെ ഉള്ളിലോട്ട് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തിയുടെ തുമ്പ് കൊണ്ട് കുത്തി കൊടുക്കുകയോ അതല്ലെങ്കിൽ അമ്മിക്കല്ലിൻ്റെ ചെറിയ കല്ലുകൊണ്ട് നമുക്കൊന്ന് പതുക്കെ ചതച്ചെടുക്കുക. ഒരുപാട് ചതങ്ങാത്ത രീതിയിൽ ചതച്ചെടുക്കുക. എന്നിട്ട് മസാല പുരട്ടി കുറഞ്ഞ ഓയിലിൽ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും. കറണ്ട് പോയ കാരണം ഫ്രൈ ചെയ്യുന്ന ഭാഗം വിട്ടുപോയി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.